അയ്യോ അതെന്താ സംഭവം? വെൽക്കം പപ്പിക്കുട്ട. ഞെട്ടു എന്നാ അതൊരു കുപ്പി കൊണ്ടുപോയി ബൈക്ക് കൊണ്ടിരുന്നതിന് വരാം. അതല്ലേ കൊണ്ടുവന്നത്? ഇഞ്ചി കറി ഇട്ടോ, ജിഞ്ചർ വെച്ച് ഇഞ്ചി കറി ഇട്ടോ. ശരിക്കും ഞാനാണോ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത്? രണ്ടുപേരുമാണോ? கட்டி பிடிச்சி கட்டிக்க போய் அதுக்கப்புறம் she felt bad அவனு ஒரு கிஸ் கொடுத்தாங்க. ആണ് ആദ്യമായിട്ട് ഗിഫ്റ്റ് അപ്പൊ ഞങ്ങള് ജിഞ്ചർ മീഡിയയുടെ വകയാണല്ലേ. ഇരട്ടി മധുരത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ തരികയാണ്. വളരെ വളരെ സന്തോഷം. സമ്മാനമാണ്. താങ്ക് യു ജിഞ്ചർ മീഡിയ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഫ്രം ജിഞ്ചർ മീഡിയ. ദ ഹോൾ ടീം, ജിഞ്ചർ മീഡിയയുടെ ഹോൾ ടീമിൻ്റെ വക ഒരു ഹാപ്പി ഓണം തരുവാണ്. അപ്പോൾ ഈ ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കുറേ ഗിഫ്റ്റുകളുണ്ട്. അത് ബെയ്റ്റ് ഹോംസ് ഫോർ ആണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് നമ്മൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഓണ സമ്മാനം എന്നുള്ള നിലയ്ക്ക്, നമ്മുടെ ഓണപ്പാച്ചിൽ എന്നുള്ള നിലയ്ക്ക് അവർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുമെന്നൊക്കെ. എന്നാലും നമ്മൾ ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ ചെല്ലാൻ പോവുകയാണ്. സോ റൈറ്റ് നൗ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മല്ലിക ചേച്ചിയുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ഫസ്റ്റ് മല്ലിക ആൻറ്റിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ബെയ്റ്റ് ഹോംസ് ഫോർ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഓണപ്പാച്ചിൽ വി ഗോണ സ്റ്റാർട്ട് ഫ്രം ഹിയർ. നമസ്കാരം ചേച്ചി. ഞങ്ങൾ ഓണമാകുമ്പോൾ ഞങ്ങൾ എന്തായാലും എത്തുമെന്ന് അറിയാലോ. ഇവിടുന്നാണെന്നല്ലേ ഇതാ മൈക്ക്. അപ്പൊ പറയൂ, എന്താണ് ഈ ഓണത്തിന് വിശേഷങ്ങൾ? ഓണത്തിന് ഒരു വിശേഷമില്ല, ഒറ്റ സന്തോഷമുള്ളൂ. 2 മക്കളും വരുന്നുണ്ട്. നാളെ വരും. നാളെ രാജു ബോംബെയിൽ നിന്ന് വരും. ഇന്നലെ വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്രാവശ്യം കൊച്ചിയില് കുടുംബം ഓണം. അതൊരു വലിയ സന്തോഷമല്ലേ? പറഞ്ഞാൽ നമ്മളൊക്കെ വയസ്സായി ഓണത്തിന് വരണം. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ഓണത്തിനും പിറന്നാളിനും പിള്ളേർ വരണം. എങ്ങനെ ജിഞ്ചർ മീഡിയയുടെ അതുവരെ എത്തി ഓണം? ജിഞ്ചർ മീഡിയയുടെ ഞങ്ങൾ എങ്ങനെ ഗിഫ്റ്റ് ഇഞ്ചി കറി ഇട്ടോ, ജിഞ്ചർ വെച്ച് ഇഞ്ചി കറി ഇട്ടോ. ഞങ്ങൾ ഇഞ്ചി കറി ഇന്നലെ ഇട്ട് ഞങ്ങളുടെ ഫുൾ ടീമായിട്ട്. എന്നാ അതൊരു കുപ്പി കൊണ്ടുപോയി ബൈക്ക് കൊണ്ടിരുന്നതിന് വരാം. അതല്ലേ കൊണ്ടുവരല്ലേ? അത് ഞങ്ങൾ ജിഞ്ചറും ഇഞ്ചിയും കൂടെ ഒന്ന് ക്ലബ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ. അല്ല, ഞങ്ങളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ചേച്ചിക്ക് നമ്മുടെ ബെയ്റ്റ് ഹോംസ് ഫോർ അതാണ് ഗുരുത്വം. ഞാൻ പറഞ്ഞാലേ ഈ തന്നെത്താൻ തള്ളുവാന്നൊരു വാക്കുണ്ട് ഇപ്പൊ. പക്ഷെ സംഭവം ഒരേ പഴയ അമ്മമാരെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ താനേ ഉയരും. ഞങ്ങളൊക്കെ നല്ല അധ്വാനിച്ച് ആരെയും ചീത്ത വിളിക്കാതെ തെറി വിളിക്കാതെ ഒക്കെ ഇത്രത്തോളം വന്നു. ഇനി ചാവുന്നളം വരെ അങ്ങനെ പോണത് തന്നെയാണ് ആഗ്രഹം. വളരെ വളരെ സന്തോഷം. സമ്മാനമാണ്. അതായത് നമ്മൾ വീടൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 50% ഹാഫ് എമൗണ്ട് കൊടുത്താൽ മതി. ബാക്കി ഹാഫ് എമൗണ്ട് 50 തവണകളായിട്ട് 50 മാസങ്ങളായിട്ട് പലിശരഹിതമായിട്ട് അടച്ചാൽ മതി. അത് കൊള്ളാമല്ലോ, നല്ല ഐഡിയ അല്ലേ? ഒന്ന് പരിചയപ്പെടുത്താ. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോഴും അറിയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയത്. എന്തായാലും എല്ലാവർക്കും, ജിഞ്ചർ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കല്ല അതിൻ്റെ പ്രേക്ഷകർക്കും എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ വേണ്ടുവോളം ദൈവം തമ്പുരാൻ തരുന്ന ഒരു പൊന്നോണമാകട്ടെ. തുടർന്നുള്ള ഓണങ്ങളും അതുപോലെ തന്നെ ആഘോഷിച്ച് ജിഞ്ചർ മീഡിയ ഞങ്ങൾ ജിഞ്ചർ കൊണ്ട് കൊടിയുണ്ടാക്കി ഞങ്ങളോട് പറത്തും. ഇനി നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പോകുന്നത് ജീവയ്ക്കും അപർണയ്ക്കുമാണ്. ഓൾറെഡി വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോൾ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മോനെ അയ്യോ വയ്യടാ, ത്രോട്ട് ഇൻഫെക്ഷൻ. ഒന്നകാലം നിൽക്കാതെ നിന്നകാലം കയറും. പാടാ മോനെ. ഗുഡ് മോർണിംഗ്. അതേ നീ കെട്ടിപ്പിടിക്കണ്ട. ഹാപ്പി ക്രിസ്മസ് അല്ലേ? അങ്ങനെ 2ാമത്തെ പ്രാവശ്യമാണ് വീട്ടിലേക്ക് വരുന്നത്. ഹലോ, പിടിച്ചോ. അയ്യോ, അങ്ങനെ നോട്ടം കണ്ടില്ലേ? അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഇത് ജീവയ്ക്ക് ബെയ്റ്റ് ഹോംസ് ഫോറിന്റെ. നമ്മുടെ ആളുണ്ട് കേട്ടോ, ഉണ്ട്. ഇത്
അപർണയ്ക്ക്. റൈറ്റ്. അപ്പോൾ GPA കാണാനും പറ്റി അല്ലേ? അപ്പോൾ ഇത് തുറന്നു നോക്കിക്കോളൂ. ആ, അപ്പോൾ തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിനെപ്പറ്റി. ബെയ്റ്റ് ഹോംസ് ഫോറിൻ്റെ ഒരു സ്പെഷ്യൽ യുണീക്ക് സ്കീമുണ്ട്. അതായത് നിങ്ങൾ വീടൊക്കെ പണിയുമ്പോൾ ഹാഫ് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ബാക്കി ഹാഫ് പേയ്മെൻറ്റ് 50 തവണകളായിട്ട് 50 മാസങ്ങളായിട്ട് പലിശരഹിതമായിട്ട് അടച്ചു മതി. യെസ്, തീർത്താൽ മതി. ദാറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് തിങ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓണ സമ്മാനം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഗിഫ്റ്റ് അല്ലേ ഓണത്തിന്? ഈ വർഷത്തെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. ഉപ്പേരി ശക്കവരട്ടി ഉണ്ട്, നോക്കൂ. നല്ല കളർ, അടിപൊളി. അപ്പൊ ഞങ്ങൾക്ക് ഇത് അളിയനെ നാളെ ഇടാം. യെസ്. എടാ നിന്റെ കണ്ണിന് ആക്ച്വലി എനിക്കൊരു 2 days മുന്നേ ഒരു പിമ്പിൾ വന്നു കണ്ണിന്റെ ഉള്ളില്. അപ്പം ഈ ആളുകൾ പലരും ഇതാണല്ലോ. എന്റെ മമ്മിയോട് വെച്ചപ്പോ മമ്മി പറഞ്ഞു ചൂട് വെക്കരുത്, ചൂട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കല്ലച്ചു പോവും, അത് ഭയങ്കര ഇഷ്യൂ ആവും, ചൂട് വെക്കരുത്, രാവിലെ എഴുന്നേറ്റ് ഐസിൽ മുഖം കഴുകണം. അപ്പൊ അത് ഞാൻ ചെയ്തു. പിന്നെ ജീവയോട് ഞാൻ പറഞ്ഞു ജീവ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്കൊരു ഡ്രോപ്സ് മേടിക്കും. ജീവയുടേതായ മെഡിസിൻ മേടിച്ചു. ജീവയുടേതായ മെഡിസിൻ, പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത മെഡിസിൻ, എന്തോ ഒരു മെഡിസിൻ കൊണ്ടു തന്നു. ഈ ചൂട് വെക്കാണ്ട് ഇതെങ്ങനെ മാറാന്ന് ഞാൻ ഇന്നലെ ഡോക്ടറിനോട്, ഇന്നലെ ആയിട്ട് വരെ ഇതെനിക്കൊരു ഒരു ഇതില്ല, മാറ്റമില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നിങ്ങൾ നോക്കി അറിയാം. എല്ലാ വർഷവും നിവർന്ന ഫോട്ടോ ഇടുന്ന ഞാൻ ബർത്ത്ഡേക്ക് ഇത്തവണ ഞാൻ തിരിഞ്ഞുള്ള ഫോട്ടോ ഇട്ടു. കാര്യം എന്റെ കണ്ണ് നീ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ ഇടാത്ത കണ്ണിന്റെ അവസ്ഥ അത് ആരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഇടും, പക്ഷെ ഈ വർഷം ഞാൻ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഇട്ടെ കണ്ണിന്റെ അവസ്ഥ കാരണം. അതൊക്കെ പോട്ടെ, 30 അതെ 30 അതിപ്പോ ഇതിനോട് പറയാൻ ആരോടാ പറഞ്ഞേ? കിഡ്സ് ഒക്കെ ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാനാന്ന് ആദ്യം ഒരു വിഷമം ഉണ്ടാവും, പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് ശീലിക്കും. നമ്മളൊരു ഏജ് അല്ലടാ. അല്ല നീ ഏതാ? അല്ല നിന്റെ ഇയർ പറഞ്ഞു. എന്തായാലും 3-4 വയസ്സ് കൂടുതലല്ലേ നിനക്ക്? അപ്പൊ കുഴപ്പമില്ല, എല്ലാരും എല്ലാം 90s. അപ്പൊ എന്തായാലും താങ്ക് യു മാൻ. ഹാപ്പി ഓണം. വെൽക്കം പപ്പിക്കുട്ട. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. കാര്യമായിട്ട് എന്തോ ഫുഡിന്റെ ഒന്നുമില്ലല്ലേ? അത് ഡ്രസ്സുകളാണ്. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കാത്തിരിക്കുന്നു. ചിപ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കോ, ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അന്ന് കൊണ്ടുവന്ന് തന്നെ കഴിക്കാം. എന്താണ് വിശേഷങ്ങൾ പറയൂ? ഓണം തിരക്കുകൾ. ഓണത്തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് ദിവസം കഴിച്ച്. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഒരു ഓണം സെലിബ്രേഷൻ, ഒരു ഇനോഗ്രേഷൻ, ഡാൻസ് ഷോ അങ്ങനെയൊക്കെ ആയിട്ടൊരു യാത്രയിലായിരുന്നു. ഓണം ആകുമ്പോൾ അതിന്റെ എണ്ണങ്ങൾ കൂടുമല്ലോ, അതൊരു വലിയ ഗുണമുള്ള പരിപാടിയാണ്. കൂടിയില്ലെങ്കിലാണ് ടെൻഷൻ. കൊളാബ്, ഇനാഗ്രേഷൻസ്. അപ്പൊ ഞങ്ങളിപ്പോ മാരുതി ആയിട്ടുള്ള ഒരു കൊളാബിൽ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി. കൊച്ചി അടിപൊളി. ഇങ്ങനെ ഓരോ സ്ഥലം, കോഴിക്കോട്, തൃശ്ശൂര്, ഇന്ന് കൊച്ചി, നാളെ ട്രിവാൻഡ്രം, അങ്ങനെ 4 ദിവസമായിട്ടാണ്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങള് ഷൂട്ടിന് പോവാൻ നിൽക്കുമ്പോഴാണ് ഇതൊരു എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ഓണം സമ്മാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതെ, അപ്പൊ അതുകൂടെ മേടിച്ചിട്ട് അങ്ങ് പോവാന്ന്. പിന്നെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ്, കാരണം മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഓണമാണ്. ഇതൊരു ഹാപ്പിനെസ് ഏറ്റവും കൂടിയ ഒരു ഓണം എന്ന് തീർച്ചയായിട്ടും പറയാം. അതെ, സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓണം. നമ്മൾ സാധാരണ പോലെ ആയിരിക്കില്ല, വേറൊരു ഫാമിലിയും കൂടി നമ്മുടെ ഫാമിലിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളൊരു സെലിബ്രേഷൻ. അടിപൊളി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഗിഫ്റ്റ് നമ്മൾ തരികയാണ്. ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെയ്റ്റ് ഹോംസ് ഫോർ ആണ് കേട്ടോ. ബെയ്റ്റ് ഹോംസ് ഫോർ. അപ്പൊ ഇതാണ് നമുക്ക് സ്വാസികയ്ക്ക് തരുന്ന ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ ഓണമായിട്ട് ആദ്യമായിട്ട് ശരിക്കും ആദ്യമായിട്ടൊരു ഓണം ഗിഫ്റ്റ് ആണ്. അതെ, ബെയ്റ്റ് ഹോംസ് ഫോറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഒരു യുണീക്ക് സ്കീം ഉണ്ട്. അതായത് നമ്മളൊരു വീട് പർച്ചേസ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് എമൗണ്ട് മാത്രം കൊടുക്കുക ആദ്യം. പിന്നെ 50 മാസങ്ങളിലായിട്ട് പലിശരഹിതമായിട്ട് നമ്മൾ 50 മാസങ്ങളിൽ അടച്ചാൽ മതി. താങ്ക് യു. ലുക്ക് നൈസ് അല്ലേ? താങ്ക് യു സോ മച്ച്.
പിന്നെ ഓണത്തിന് നമ്മൾ ഇതാണല്ലോ, ഇത്ര കിട്ടിയാലും മതിയാവാത്ത സാധനമാണ്. Yes. സോ സന്തോഷം. അപ്പൊ മൊത്തത്തിൽ കാത്തിരുന്നതിന് ഗുണമുണ്ടായി. അതെ, എന്തായാലും സംഭവം കിട്ടിയല്ലോ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. എല്ലാവരോടും വീട്ടിൽ അന്വേഷണം പറയൂ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്പൊ നമ്മൾ ഓണപ്പാച്ചില് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നൂറിനും ഫഹിമുമാണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, ഫിഷ് മാർക്കറ്റ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ അറിയാം അവർക്ക്, പക്ഷേ ഇച്ചിരി നേരത്തെ ആയിപ്പോയി പതിവില്ലാതെ. വണക്കം. കുറേ നേരം ആയോ വന്നിട്ട്? അൺയൂഷ്വലായിട്ട് എന്താണ് നേരത്തെ എന്നല്ലേ വിളിക്കുന്നത്? വണക്കം. അളിയനെ ഞാൻ മിനിങ്ങാന്ന് പിരിഞ്ഞതേ ഉള്ളൂ, ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞ്. യെസ്, അപ്പോൾ പറയും എന്താണ് വിശേഷങ്ങൾ? അതേ മൈക്ക് ഒന്ന് ഇങ്ങനെ പിടിച്ചോ. പരിപാടി ഇന്റർവ്യൂ ആണോ? നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ വന്നാ. അളിയനെ ലാസ്റ്റ് കണ്ടപ്പോഴാണെന്നറിയോ, ഞങ്ങള് സിഗ്നലുകളിലൊക്കെ വെച്ച് ഞങ്ങൾ കാണും. എന്നിട്ട് ഓക്കെ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ. അപ്പൊ അളിയൻ മറ്റേ ഫുൾ ജാങ്കോ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവും, ഇതൊക്കെ വെച്ചിട്ട്. അതാ കാക്കനാട് സിഗ്നൽ എപ്പോഴും കൊടുക്കും. അതെ, നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം എവിടെയാണ്? എന്താണ് പരിപാടി? ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങള് ചെറിയൊരു ട്രിപ്പൊക്കെ പോകാന്നുള്ള പ്ലാനിൽ നിൽക്കുന്നു. അതെ, പടം ഇപ്പം ഷെഡ്യൂൾ ബ്രേക്ക് ആണ്. അടിപൊളി. തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓണൊക്കെ ചില്ല് ചെയ്ത് പോകാം. നൂറിനെ സാധാരണ കാണുന്ന പോലെ അല്ല, ഒരു ഡിഫറെന്റ് ഹെയർ ഒക്കെ കട്ട് ചെയ്ത്. അതാണ് ഇത് നൂറ്. അതെ, വേറെ ലെവൽ ബ്രോ. അതെ, ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണ്? ഉണ്ടെന്തായാലും നിങ്ങളുടെ ഇപ്പൊ വിശേഷം. ഇന്ന് ഞങ്ങൾക്ക് ഓണ പരിപാടിയായിരുന്നു, അതാ മുണ്ടൊക്കെ ഇട്ട് വന്നത്. അത് മാത്രമല്ല, ഇത് ഓണത്തിന്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് മുണ്ടിട്ട് വരാൻ പറ്റും. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസുഖം എടുക്കുന്നു. എല്ലാവരും മറ്റേ ചില്ലി വായിപ്പിക്കോ? അനീഷ പറയണ്ടായിരുന്നു, കാരണം ഇത് പ്രിപ്പയർഡ് അല്ലല്ലോ. നിങ്ങൾ പിന്നെ അവിടെ അതെ പൂക്കളൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത്. പക്ഷെ ഞങ്ങൾ എന്തായാലും വരുന്നത് വെറുതെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെയ്റ്റ് ഹോം സ്പോർ ആണ്. ബെയ്റ്റ് ഹോം സ്പോർ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു യുണീക്ക് സ്കീമുണ്ട്. വീടൊക്കെ മേടിക്കാൻ പ്ലാനോ ഫ്ലാറ്റ് മേടിക്കാൻ പ്ലാനോ എങ്ങനെയുണ്ടെങ്കിൽ ഹാഫ് പൈസ, അതായത് പകുതി പൈസ മാത്രം നമ്മൾ കൊടുക്കുക. ബാക്കി പകുതി പൈസ 50 മാസങ്ങളിലായിട്ട് കൊടുക്കണ്ടെന്ന്. വാങ്ങമേ ആ ഫ്ലോ പോയി, ഞാൻ കണപ്പണം പഠിച്ചാ കേട്ടോ. ബാക്കി പകുതി പൈസ 50 മാസങ്ങളായിട്ട് പലിശരഹിതമായിട്ട് അടയ്ക്കുക. മനസ്സിലായി? ഓക്കെ, അപ്പോൾ ആ ഗിഫ്റ്റ് ഞങ്ങൾ തരുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിപ്സും ചക്രവർത്തിയൊക്കെ കഴിക്കാനുണ്ട്. ആൻഡ് യെസ്, ഇത് ഒരു ടീമിന്, ഇത് 2 ടീമിന്. ഓക്കെ, പിടിച്ചോളൂ. അപ്പോൾ ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുന്നതായിരിക്കും. ഞെട്ടു. യൂഷ്വലി ഇങ്ങനെയാണല്ലോ, സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഞെട്ടുന്നു. അകത്തുനിന്ന് മൈക്കൊക്കെ ഇത് മതിയല്ലേ? അതും മൈക്കൊക്കെ ഇട്ട് വരും. മൈക്കൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ മൈക്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് പറയും, ഓ നീയോ എന്ന്. ഞാൻ ചില ഇന്റർവ്യൂസ് ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൈക്ക് വെച്ചോളൂ. Feel at home. Welcome to my room. Yes. ആഹാ, ഇവിടെ തൊട്ട് ഇല്ലാത്ത ചെരുപ്പുകളില്ല. ഇത് ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മളൊരു ഷൂട്ടിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹലോ ഗൈസ്. ഞാനൊരു പകുതി വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അടിപൊളി. മൈക്ക് വെച്ചോ. ഞാനതല്ല ആലോചിക്കുന്നത്, കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് ഒരുമിച്ചായിരുന്നു, അതെ, ഈ വർഷവും ഒരുമിച്ചാണ്. എന്റെ ഈ വർഷത്തെ കാര്യവും പോക്കാണല്ലോ എന്ന് ഞാൻ ഇപ്പൊ ഒന്ന് ആലോചിച്ചതിൽ എന്താണ്, വേറെ എവിടെ പോവാനില്ലേ, എന്താണ് എന്നിങ്ങനെ വിടാതെ പിന്തുടരുന്നത്? കഴിഞ്ഞ വർഷം ഏറ്റവും അടിപൊളി ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം 10-15 പേരുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് അങ്കമാലി സൈഡില് ഒരു സ്ഥലമൊക്കെ എടുത്ത് ഫുൾ അടിച്ചു പൊളിച്ച് വൈബാക്കി. അതെ, വെറുതെ കാണാൻ വാന്ന് പറഞ്ഞ് ജീപ്പേ വിളിച്ചപ്പോ കണ്ടം വഴി ഓടി അവിടെ നടക്കണമെന്ന് കണ്ടിട്ട്. അല്ല, ഞങ്ങളവിടെ ഭയങ്കര അലമ്പായിരുന്നു. ഈ അലമ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 ഗ്രൂപ്പാക്കി നിർത്തി ഗെയിംസും പരിപാടികളൊക്കെ ആയിരുന്നു. അത് GP വന്നപ്പം GP വരുന്നു. ഓക്കെ, അപ്പൊ GP 5 കുര്യനുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞ് GP വരുന്ന നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലേ. അതെ, കുത്ത് ഇടി GP എനിക്കിങ്ങനെ, അല്ല ഇത് ഓണ പരിപാടിയാണ്
അല്ല, ആ കുത്തും ഇടിയും ഇടാനുള്ള പ്രധാന കാരണക്കാരൻ ഇങ്ങേരാണ്. എന്റെ കൂടെ അതുവരെ നിന്നൊരാള് പെട്ടെന്ന് വന്നപ്പോഴേക്ക് ദേ കൂറ് മാറി, മൊത്തത്തിൽ സീനേ മാറി. നമ്മളെടാ നീ ഇവിടുത്തെ ആങ്കർ ആണോ അതോ എന്നെ തകർത്താൻ വന്ന ആളാണോ? ജയിക്കുന്ന ടീമിന്റെ കൂടെ അല്ലേ പോകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആര് ജയിച്ചു ഓർമ്മയുണ്ടോ? അല്ല, ഞാൻ അതുപോലെ ഓർമ്മയില്ല. അത് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ ഓണത്തിന് ശ്രമിക്കാം. അയ്യോ എന്റെ ഫോൺ. ഈ ഓണം എന്താണ് പരിപാടി? ഈ ഓണത്തിന് അത് കുഴപ്പമില്ല. ഈ ഓണത്തിന് എടാ നീ ഒന്ന് പറയോ, ലൊക്കേഷൻ മാറി രേഷിന്റെ ലൊക്കേഷൻ ഒന്ന് പറയോ. വേറെ ലൊക്കേഷനോട്ട് വിടാം. ഇത് സ്ഥിരം തന്നെ പരിപാടി. അങ്ങനല്ല, നിങ്ങളിപ്പോ ഇവിടെ ഇല്ലേ, അപ്പൊ എനിക്ക് അവരോട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതാണ് നമ്മൾ പ്രൊഫഷണൽ എത്തിക്സ്. വി ഷുഡ് നോട്ട് ഗോ അഗൈൻസ്റ്റ്. അല്ലല്ല, ഇതെന്റെ ഡെയിലി വേറാണെന്നൊക്കെ. ഞാൻ ആക്ച്വലി ഓണത്തിലോട്ട് പോകുന്നതിന്റെ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ സാരി ചുറ്റുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഒരു രണ്ട് വർത്താനൊക്കെ പറഞ്ഞ പറ എങ്ങനെയുണ്ട് ഈ ഓണത്തിനെങ്കിലും എന്താണ് പുതിയ തീരുമാനങ്ങൾ? ശരിക്കും ഞാനാണോ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത്? അപ്പൊ ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമ്മളുടെ ഗിഫ്റ്റ് ഹാമ്പർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെയ്റ്റ് ഹോംസ് ഫോർ ആണ്. ഓക്കെ, സോ യാ യെസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ വാങ്ങിച്ച ഒരു തമ്മിലുള്ള ഒരു ഫോട്ടോയൊക്കെ സെറ്റാക്കി. ഓ വാവ്, സെറ്റ്. ഇതിന്റെ ട്വിസ്റ്റ് എന്താ അറിയോ? ശംഭുവിന് അറിയില്ലായിരുന്നു ഇതായിരുന്നു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഷോയുടെ പ്രൊഡ്യൂസറിന് ഒടുക്കത്തെ കോൺഫിഡൻസ്, ശംഭുവിന് ഒരു കോൺഫിഡൻസ് ഇതാ. ഏയ് വാവ്, നിങ്ങൾക്കും ഉണ്ടടാ ഗിഫ്റ്റ്സ്. കറമുറ തിന്നാനുള്ള കുറച്ച്. ഞാന് രാവിലെ ചായ പറഞ്ഞപ്പോ ഇവിടുത്തെ ചേട്ടന്മാര് കുറച്ച് ബിസ്ക്കറ്റ് തന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു ചെറിയ മധുരമാവട്ടെ, അത് ഞാൻ ശംഭുവിന് കൊടുക്കുകയാണ്. സോ ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ഓക്കെ ബൈ. യെസ്, അപ്പൊ നമ്മുടെ ഓണപ്പാച്ചിലില് നമ്മുടെ ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസേർഡ് ബെയ്റ്റ് ഹോംസ് ഫോർ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് നമുക്കറിയാം ചന്ദനമഴയിലെ ഉരുള എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന രൂപശ്രീ മാമിനാണ്. വെരി 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 ഹാപ്പി ഓണം ഫ്രം ജിഞ്ചർ മേരി. ഹാപ്പി ഓണം. യെസ്, എനിക്കൊന്ന് ഷൂട്ടിന് വേണ്ടിയും മിറ്റുവിന് വേണ്ടിയൊക്കെ ലാസ്റ്റ് ഡേ എത്തി അല്ലേ, എങ്ങോട്ട് എത്തിയല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു ജേർണി, യുവർ ജേർണി ആൻഡ് എവറിത്തിങ്? അടിപൊളിയായിരുന്നു. പിന്നെ യെസ്, അപ്പോൾ നമ്മൾ മൈക്കോടെ തന്നേക്കാം. ഞാൻ 2 days ബാക്ക് ആണ് ആക്ച്വലി മാം കൊച്ചിയിലേക്ക് വന്നത്. ആൻഡ് എയർപോർട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ ഫ്രം മലയാളീസ്. ஆமா, அவங்க ஆக்சுவலி அவங்க ரொம்ப நேரம் இப்படி சுற்றி வந்திருந்தாங்க. அந்த லாட்ரி சீட் எல்லாம் விடும்போது அப்போ மேடம் ചന്ദനമഴയുടെ ഓർമ്മയില്ലേ അതെ ഒന്ന് அந்த அம்மா வந்து கட்டி பிடிச்சி கட்டிக்க போய் அதுக்கப்புறம் she felt bad அவனு ஒரு கிஸ் கொடுத்தாங்க. அப்போ அந்த லவ் பார்க்கும்போது ரியலி ഹാപ്പി. അതുതന്നെ. യെസ്, അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ വെറുതെ സർപ്രൈസ് ചെയ്തതല്ല, ഒരു ഗിഫ്റ്റ് മാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, സോ ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ജിഞ്ചർ മീഡിയ. ബെയ്റ്റ് ഹോംസ് ഫോർ ആണ് ഈ ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. You can take it. തുറന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കൂ, നോക്കിക്കോളൂ. ഓ താങ്ക് യു. ഓ വാവ്, ഇത് ചക്രവർത്തി. It's a very sweet thing. യെസ്, പായസം എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സാരി. നോക്ക്. യേ, ഓ കേരള സാരി. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. യെസ്, അപ്പോൾ നമ്മുടെ ഓണപ്പാച്ചിലിൽ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹരിശ്രീ അശോകൻ ചേട്ടനെയാണ്. അപ്പോൾ അശോകൻ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഹാപ്പി ഓണം. അപ്പോൾ ഈ മൈക്ക് അങ്ങ് വെച്ചോളൂ. അപ്പോൾ പറയൂ, എന്താണ് ഓണത്തിരക്കുകൾ? ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഉണ്ടല്ലേ, കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നതെന്നുള്ളതാണ്. അതെ, 5 മിനിറ്റേ ഉള്ള സമയം. എന്തായാലും പറയൂ, ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ ഒരു ഓണത്തിന് എന്താ പറയുക, സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓണത്തിന് സിനിമ റിലീസുണ്ട്. ബാഡ് ബോയ്സ് തന്നെ വേണം. ബാഡ് ബോയ്സ് കളർഫുൾ ആയിട്ടുള്ളൊരു. അപ്പോൾ പറയൂ, എന്താണ് ഓണത്തിരക്കുകൾ?
ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റും ഉണ്ടല്ലേ, കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നതെന്നുള്ളതാണ്. ഓരോ സ്ഥലത്ത് അടച്ചരുത്. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓണത്തിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അശോകൻ ചേട്ടന്. നമ്മുടെ ബെയ്റ്റ് ഹോംസ് ഫോർ ആണ് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം അശോകൻ ചേട്ടാ, ഇത് അശോകൻ ചേട്ടന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഓണത്തിന്. ഹാപ്പി ഈ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി. യെസ്. അപ്പം ബെയ്റ്റ് ഹോംസ് ഫോറിന്റെ ഒരു യുണീക്ക് സ്കീമുണ്ട്. നമ്മൾ വീടൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50% വരെ 0.5% മാത്രം നമ്മൾ പൈസ അടച്ചാൽ മതി. വീട് പണത്തിട്ട് കണ്ടില്ലേ, അതെ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കംപ്ലീറ്റ്. ടൈല് കംപ്ലീറ്റ് 6-7ാമത്തെ വർഷമാണിത്. വിധി നമുക്ക് അനുകൂലമായി, പക്ഷെ അവര് വിധിച്ച പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. 6 വർഷമായിട്ടുള്ളൂ ആകെ പണിഞ്ഞിട്ട്. അല്ല, പണിതിട്ട് അതിൽ 14 പണിതാണ്. കേസിന് പോയിട്ട് 6-7ാമത്തെ വർഷമാണ്. 2014 നമ്മൾ 18 കേസ് കൊടുത്തു. കേസ് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അവർക്ക് നമുക്ക് പൈസ തരണം, നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള പൈസ തരണം. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. തരുമെന്ന് ഉറപ്പാണ്. തന്നാലും തരുന്നവരെ ഞാൻ ഏതറ്റം വരെ പോകും. ഇന്നലെയും ആസിഫ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞത് കൺഗ്രാജുലേഷൻ, അത് ഫൈറ്റ് ചെയ്ത് മേടിച്ചല്ലോ. ഞാൻ പിന്നെ അത് വേണ്ടതാണ് എല്ലാവരും. കാരണം നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോയാൽ ചിലർ ഇട്ടിട്ട് പോകും. ഞാൻ ഇട്ടില്ല, അത് വിട്ടില്ല. അപ്പം എല്ലാ 6-7 വർഷമായിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാണ് ഞാൻ ഓണം. അപ്പം ഈ അടുത്ത വർഷം ഇതൊക്കെ ശരിയാക്കിയിട്ട് വീണ്ടും ഒരു പാലുകാച്ചൽ നടത്താന്ന് വെച്ചാൽ അന്നേരം ഞങ്ങൾ വരാമല്ലേ? തീർച്ചയായിട്ടും വാ. അപ്പൊ ഇവരെ എന്ന് പറഞ്ഞാൽ ആ 50% കൊടുത്താൽ മതി, ബാക്കി പലിശരഹിതമായിട്ട് 50 തവണകളായിട്ട് അടച്ചാൽ മതി. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആശം ചേട്ടാ. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ ഈ ഓണത്തിന് അടിച്ചു പൊളിക്കുക. നിങ്ങൾ രണ്ടുപേരും ഉള്ളല്ലേ ഇവിടെ? ഇപ്പൊ ഞങ്ങൾ ഓണത്തിന്റെ അന്ന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഓണം വരുമ്പോഴായിരിക്കും, മക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരിക്കും. അത് വീണ്ടും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം. പിന്നെ അവരൊക്കെ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഓണം. അപ്പൊ അതുപോലെ ആവട്ടെ. അപ്പൊ ശരി, ഹാപ്പി ഓണം. ഓക്കെ ഓക്കെ. ഹായ്, ഇന്ന് നമ്മൾ ഓണപ്പാച്ചിൽ എത്തിയിരിക്കുന്ന ഒരു സെറ്റിലാണ്. ഞാൻ എൻ്റെ പിറകിലുള്ള ക്യാരവനിൽ ആരാ സെലിബ്രിറ്റി നമുക്ക് നോക്കാം. നമുക്ക് പോയി കാണാം. ഓണത്തിനൊക്കെ എങ്ങനെ ഈ സെറ്റിലൊക്കെ തന്നെ ആയിരിക്കും അതോ വീട്ടിൽ പോവോ? വർഷങ്ങളായിട്ട് ഓണത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. പൂക്കളോടും ഊഞ്ഞാലാടും സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഓണം ഏതായാലും സെറ്റിലെ ആണോ അതോ ഇനി പണ്ടൊക്കെ ഷോസ് ചെയ്യുമായിരുന്നു അല്ലേ എന്നറിയാം. നിങ്ങളിലെ ഓണത്തിന് ഷോസ് ചെയ്യും, പിന്നെ വീട്ടിലെ ഓണം. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് അല്ല ഡിപ്ലോമാറ്റിക് ആയിരുന്നു ഇതിന്റെ? എനിക്ക് പ്രോഗ്രാമിന് പോകുന്ന ഓണമായിരുന്നു ഇഷ്ടം. കാരണം എല്ലാം കാണാനും പറ്റും. ഇപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്താണ് ടൂറിസം വാരാഘോഷത്തിന് പോണെങ്കിൽ പോണ വഴിക്കൊക്കെ ഓണം കാണാൻ പറ്റി. കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, സെലിബ്രേഷൻസ് കണ്ടിട്ട് പോകാൻ പറ്റും. ഞങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു ഓണം ഒരു ഹാമ്പർ ആണ്. ആൻഡ് ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത് ഹോംസ് ഫോർ എന്ന് പറയുന്ന ഒരു ബിൽഡേഴ്സ് ആണ് ഇവര്. ഇനി ഇവർക്ക് ഒരു പ്രത്യേക ഒരു സ്കീമും ഉണ്ട്. നമുക്കിപ്പോ വീട് പണിയുന്നുണ്ടെങ്കിൽ 50% ആദ്യം അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി 50% 50 മാസമായിട്ട് തവണകളായിട്ട് അടച്ചാൽ മതി. അപ്പോ നമ്മള് മലയാളികളുടെ ഒക്കെ ഒരു സ്വപ്നമാണല്ലോ വീട്. അവരാണ് ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത്. നല്ല വീടും വെച്ച് വരുമോ? വീട് വെച്ച് തരുമോ ഞാൻ ചോദിച്ചു നോക്കട്ടെ. എന്തായാലും ഓണക്കോടിയുണ്ട്. എന്തായാലും സന്തോഷം. കാരണം ഓണത്തിന് എന്നെ അന്വേഷിച്ചു വരുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആണ്. ആണോ? അപ്പൊ ഞങ്ങള് ജിഞ്ചർ മീഡിയയുടെ വകയാണല്ലേ? ജിഞ്ചർ മീഡിയ. എന്തായാലും ഇഞ്ചി കറി കൂട്ടി തുടങ്ങാം. ജിഞ്ചർ അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി? ഇഞ്ചി കറിയാണ്. ആണോ? സദ്യയില്. എന്തായാലും ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ചില ആൾക്കാരുടെ വീട്ടിൽ ചെന്നപ്പോ അവർ ആദ്യമേ പറഞ്ഞിങ്ങനെ ഹാപ്പി ക്രിസ്മസ്. അന്ന് നമ്മള് ക്രിസ്മസിന് ഈ ഡ്രസ് ആയിരുന്നോ? വൈറ്റ് വേറെ ആയിരുന്നു. ഓ, അത് വൈറ്റ്. ഹലോ, ഇത് ആരൊക്കെയാ ഇത്? അപ്പൊ എന്തായാലും എന്താ മൈക്ക് അങ്ങ് വെച്ചു. യെസ്, ഒരു ഹലോ തരിക. ഹലോ ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? അപ്പൊ പറയൂ, എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സിനിമ ആമസോൺ പ്രൈമിൽ വന്നു. യെസ്, കം ഓൺ. കാണാത്തവരൊക്കെ കാണുക. അതെ, ആമസോൺ പ്രൈമിൽ പോയിട്ട്. യെസ്, അതെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അതിനുവേണ്ടി നമ്മളെ ലൈറ്റ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു. ഇപ്പൊ അത് ആമസോൺ പ്രൈമിലും വന്നു. പിന്നെ നമ്മൾ ബിസിനസിന്റെ വന്നത് ഈ നമ്മുടെ പടത്തിന്റെ മുമ്പിൽ തന്നെ. ഇല്ല, പക്ഷെ അതിന് അതെ ഇന്റർവ്യൂ അല്ല, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് ബിസിനസിന്റെ ഇന്റർവ്യൂവിന് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു അല്ലേ? ആ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ലിറ്റിൽ ഹാർട്സിന്റെ? ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ. ബാബു ചേട്ടൻ നല്ല ടീംസാണല്ലോ. ഷെയ്ന്
തിയേറ്ററിൽ അറിയേണ്ടി വന്നു. ഞാൻ നോക്കിയപ്പോൾ സാൻഡ്ര ഇപ്പുറത്ത് ഇരിക്കുക. ഓരോന്ന് കേട്ട് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ സാൻഡ്രയുടെ ഓക്കെ. പക്ഷെ നല്ല വൈറലായിരുന്നു. അടിപൊളി. ഓണത്തിന് എന്തായാലും വീട്ടിലായിരിക്കുമല്ലോ. ഓണത്തിലോ ക്രിസ്മസിനോ ഒക്കെ നിങ്ങൾ വീട്ടിലായിരിക്കും ചിലപ്പോൾ. കാരണം കൂടുതലും വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ്, ഈവൻ മക്കളാണെങ്കിലും. അപ്പോൾ ഈ ഓണത്തിനും അങ്ങനെയാണോ? എവിടെ ആയിരിക്കും? ഞങ്ങള് മോസ്റ്റ് പ്രോബ്ലി വണ്ടാഴി തന്നെയായിരിക്കും. അവിടെ ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ടുള്ള പരിപാടിയെല്ലാം ഉണ്ട്. ഈ പിള്ളേർക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ ഇവരിപ്പം ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ടുണ്ടായിരുന്നു പിള്ളേരുടെ കൂടെ രാധമാരായിട്ടൊക്കെ. ഈ കഴിഞ്ഞ ഇതിനായിരുന്നല്ലോ. അപ്പം അവിടെ നാട്ടിലിങ്ങനെ പ്രൊസഷനും പിന്നെ രാധമാരൊക്കെ ആയിട്ട് ഒരുങ്ങി മറ്റേ സാധനമൊക്കെ ഇട്ട് ഇങ്ങനെ കുറെ കുത്തൊക്കെ കുത്തി അല്ലേ, കൃഷ്ണനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഓണത്തിന് അവിടെ ഒരുപാട് കളികളും മറ്റേ ഈ ഉറിയടിയുണ്ട്. മറ്റേ ഈ മരത്തേൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അതിൽ വലിക്കുന്ന പരിപാടി, അത് പിന്നെ നാരങ്ങ സ്പൂൺ, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രിപ്പ് പോകുന്നൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്? ഇരിക്കാം, അതാണ് നല്ലതെന്ന്. യെസ്, നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നവരാണല്ലോ. അപ്പം റീസെന്റ് ട്രിപ്സിനെ പറ്റി അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എന്തെങ്കിലും? റീസെന്റ് ട്രിപ്പ് എങ്ങോട്ടായിരുന്നു? തങ്കം കുൽസു. അത് ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് അമേരിക്ക. ഇപ്പൊ പോയിട്ട് വന്നത് എവിടെയായിരുന്നു? ഓ മൈ ഗാഡ്, ചെന്നൈ പൊളിച്ചാ? ചെന്നൈ പട്ടണം. എന്നിട്ട് അല്ല, നമ്മള് പോകുന്ന പോക്കില് ഇവർക്ക് പലതും പഠിക്കുന്ന രീതിയിലാ പോവാ. പോയ വഴിയിൽ എവിടെയൊക്കെ പോയി? കോയമ്പത്തൂര് പോയി. ബുക്കിനകത്തെല്ലാം ഉണ്ട്. ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഉണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ ക്രോസ് ചെയ്ത്, കോയമ്പത്തൂർ, സേലം. അപ്പൊ ഇനി വേറൊരു കാര്യം, നമ്മളൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. വേണ്ടേ? ഗിഫ്റ്റ് വേണ്ടേ? അപ്പം ബീറ്റ് ഹോംസ് ഫോറിന്റെ ഗിഫ്റ്റ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. ഗിഫ്റ്റ് വേണ്ടേ? വേണം, അപ്പോൾ തരാം. യെസ്, ഇതാണ് ബീറ്റ് ഹോംസ് ഫോറിൻ്റെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഓണത്തിൻ്റെ ജിഞ്ചർ മീഡിയയുടെ വക. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണം ഇങ്ങനെ നമ്മുടെ എല്ലാവരെയും നമ്മൾ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാവേലിയെ പോലെ. അതെ അതെ, എല്ലാ വീട്ടിലും പോയി ഗിഫ്റ്റ് കൊടുക്കും. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി ആയല്ലോ? ഹാപ്പി ആയി. ഇതെന്താ? പാലട മിക്സ്. യെസ്, ഇത് നോക്കിയായിരുന്നു. ഇതെന്താ? സാരിയോ? താങ്ക് യു. വാവ്, അത് കലക്കി. താങ്ക് യു. ഹാപ്പി ആയല്ലോ? യെസ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് സെലിബ്രിറ്റി നമ്മൾ ഇപ്പം ഷാലുപുരീൻ്റെ ഫ്ലാറ്റിലാണ്. ഇപ്പോൾ ഓണപ്പാച്ചിൽ ജിഞ്ചർ മീഡിയയുടെ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പോവാണ്. വണക്കം. എന്താണ്? അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. യെസ്, ഇതാണ് നമ്മളുടെ സാമ്രാജ്യം അല്ലേ? വീടിനകത്ത് ഹമ്മറോ ഒരെണ്ണം വാങ്ങിച്ചിട്ടേക്കാം. പൈസ ഒന്നും നോക്കിയില്ല വാങ്ങിച്ചതൊക്കെ. അടിപൊളി. പിള്ളേരുടെ ആയിരിക്കും അല്ലേ? പിന്നെ എനിക്ക് കയറിയിരിക്കാൻ പറ്റൂല. ഫുൾ ഇത് തന്നെ വണ്ടിപ്രേമം തന്നെയാണോ പിള്ളേർക്ക്? വണ്ടിപ്രേമം എന്നല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ വാങ്ങിച്ചു. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ബർത്ത്ഡേക്കല്ല, ഇതുപോലെ നമ്മൾ അവർക്ക് പ്രൊമോഷൻ ചെയ്തപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തു നമുക്ക്. പിന്നെ ഇവരുടെ കലാകൃതികളൊക്കെ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ആനെ ശ്രമിച്ചു, പക്ഷെ അമീബ പോലെ ആയിപ്പോയി. ഹലോ, ഇതാണ് അമീബയുടെ ഒക്കെ ആള്. ഹായ്, ഇസ് ദിസ് എ കോഫി പൗഡർ? Can you give me one? Give me. വരൂ, ഇരിക്കൂ. വരൂ. ഇപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. ഓക്കെ, അപ്പൊ ബീറ്റ് ഹോംസ് ഫോർ ആണ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാണ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ബീറ്റ് ഹോംസ് ഫോറിന്റെ ഓണം സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇത് റാപ്പ് ചെയ്തേക്കും, അവിടെ ഇരിക്കട്ടെ. അത് അല്ലാത്തത് നോക്കട്ടെ. ഉറപ്പായിട്ട് എന്റെ മക്കളും ഹാപ്പി, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് സാരി. അടിപൊളി. അപ്പൊ ഈ ഓണത്തിനുള്ളതായി. അതെ, ഈ ഓണത്തിനുള്ള. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഓണപ്പാച്ചിൽ നെക്സ്റ്റ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാം. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിഷ സാരംഗ് ചേച്ചി അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബീറ്റ്സ് ഹോംസ് ഫോർ ആണ്. സോ ബ്രേക്ക് ടൈം ആണോ ഇപ്പോൾ? അല്ല, ഞാനിപ്പോൾ ഈ സീനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ ക്ലൈമാക്സ് എടുത്തേ.
ഇപ്പം നെക്സ്റ്റ് സീനിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ എല്ലാം റെഡി ആകുമ്പോഴത്തെ ഒന്ന് ജസ്റ്റ് കുറേ നേരം അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണത്. രാവിലെ തൊട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തൊട്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ വെയിലായിരുന്നു പകൽ ഇങ്ങനെ ഉച്ചവരെ. ഒത്തിരി വെയിൽ വരുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും. സുഖമാണല്ലോ ഈ ഒരു അന്തരീക്ഷം. ഒന്നിവിടെ വന്ന് ഇങ്ങനെ ഇരുന്നതാണ്. കറക്റ്റ് ടൈമിൽ ഗിഫ്റ്റും കിട്ടാറായല്ലോ. അതെന്തോ ഇപ്രാവശ്യം ഓണം എന്താണ് സ്പെഷ്യൽ? ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്നറിയാം. അല്ല, ഓണത്തിന് അങ്ങനെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഓണം സ്പെഷ്യൽ ഷൂട്ട് ഉണ്ടാവും. ഓക്കെ. കുറച്ച് പടങ്ങൾ റിലീസായെന്നല്ലാണ്ട് വേറെ വ്യത്യാസം. പിന്നെ ഉപ്പുമുളക് രണ്ടാമത് തുടങ്ങി വീണ്ടും. അപ്പോൾ ആ ആഘോഷത്തിൽ ഒരു ഇരട്ടി മധുരത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ തരികയാണ്. ബെയ്റ്റ് ഹോംസ് ഫോർ ആണ് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പം നിശ്ചയിച്ചിക്ക് സ്പെഷ്യലായിട്ട് തുറന്ന് നോക്കണേ. ഇത് നിശ്ചയിച്ചിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പോവുകയാണ് ബെയ്റ്റ് ഹോംസ് ഫോറിന്റെ. അപ്പോൾ ഇപ്പൊ തന്നെ തുറന്നു നോക്കിയോ. അതെ 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 തീർച്ചയായിട്ടും. അപ്പം വെരി ഹാപ്പി ഓണം. അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങൾ ഗിഫ്റ്റ് തന്നിരിക്കുകയാണ് ജിഞ്ചർ മീഡിയയുടെ സ്പെഷ്യൽ. അടിപൊളി. അല്ല, നമ്മൾ ഓണത്തിന് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ. അതെ അതെ നോക്കിയോ. എന്തായാലും നിശ്ചയിച്ചിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്രാവശ്യം ഇതായിരിക്കുമല്ലോ എന്തായാലും ഇടുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഇത് ഈ ഓണത്തിന് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ്. അല്ലേ? അതെ. അപ്പൊ ഇത് തന്നെ എനിക്ക് ഇടുക. അപ്പൊ ജിഞ്ചർ മീഡിയക്ക് സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് ഓണം വിഷസ്. വെരി വെരി ഹാപ്പി ഓണം. ചേട്ടാ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അല്ലേ? നക്ഷത്രമൊക്കെ ആയിട്ട് ഹാപ്പി ഓണം. എന്താണ് നക്ഷത്രമൊക്കെ ആയിട്ട്? അതെ, എന്തുണ്ട് കുറെ നാളുകൾക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഇത് എന്തായിരുന്നു സംഭവം? ഇത്ര സംഭവങ്ങൾ ഉണ്ടാവുന്ന ഓർത്തില്ല. കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. സത്യം പറഞ്ഞ ഇത്ര കൂടി ലേറ്റ് ആയ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നല്ലേ അങ്ങനെ ചെയ്യില്ലെന്നറിയാം. നമ്മൾ ഓണത്തിന് പിന്നെ നമ്മൾ അങ്ങനെ ആണല്ലോ. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. യെസ്. അതോട് കയറാം. യെസ്. ഇനി അതിനു മുമ്പ് നീ മൈക്കും കുത്തിക്കോ. മൈക്ക് അങ്ങ് വെച്ചോ. ഏതായാലും ഇങ്ങനെ വെച്ചാൽ അതെ, ഇങ്ങനെ വെച്ചാൽ മതി. നിങ്ങൾ എവിടെ പോകാതിരിക്കുവായിരുന്നു? റെഡി ആയിട്ടിരിക്കുവായിരുന്നല്ലോ. എനിക്കൊരു ഷൂട്ട് ഉണ്ട്. ഞങ്ങളുടെ രാവിലെ ഷൂട്ട് കഴിഞ്ഞു. പാചകത്തിന് പോകണം. ഓണമല്ലേ, ഇത് പാചകം ചെയ്യണം. ഓണം തുടങ്ങിയ പിന്നെ സ്ത്രീകളെ രക്ഷപ്പെട്ടു. ഓ, അങ്ങനെയും പറയാലോ. പാചക പരിപാടി. അപ്പൊ എന്തായാലും ഞങ്ങൾ വെറുതെ എന്തായാലും വരില്ലെന്ന് അറിയാലോ. ഓണമൊക്കെയാണ്. ഗിഫ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബെയ്റ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞ അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിഞ്ചർ മീഡിയയ്ക്ക് ഓണം ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്നു നോക്കണം. ഇതാർക്കാ? ഇത് മനോജേട്ടന്. മനോജേട്ടാ. സോ GP ഉണ്ട്. ഇത് ബീന ചേച്ചിക്ക്. അപ്പൊ എങ്ങനെയുണ്ട്? ഇത് ഉറപ്പല്ലേ? നല്ല കളറും അല്ലേ? പിന്നെ എന്ത് വേണം? അടിപൊളി. വെച്ച് നോക്കിയോ. അതെ 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 അതെ. കായവരട്ടി, അതെ, ശർക്കര വരട്ടി എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഇതൊക്കെ വൈകുന്നേരം നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, കൊള്ളാം, അടിപൊളി എല്ലാം. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ ഓണം ടച്ചിങ്സ് പോയി. അതെ, ഹാപ്പി ആയല്ലോ, സന്തോഷമായല്ലോ ഗോപേട്ടാ. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തോളൂ. പ്രഷർ എടുത്തേ. അപ്പൊ എന്തായാലും പാട്ട് പഠിക്കണമെങ്കിൽ ഒരു പാട്ട് ഡൺ. അത് അടിപൊളിയാ. തിരുവോണം വരുമ്പോ തന്നെ ആദ്യം തന്നെ ചാനലിൽ വരുന്ന പാട്ടുണ്ട്. ഇന്ന് വരെ വേറെ പാട്ട് കേട്ടിട്ടില്ല അധികം. എന്തായാലും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ശംഖുവിനും ഞങ്ങളുടെ ജിഞ്ചർ മീഡിയ സംഘങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പൊ ജിഞ്ചർ മീഡിയക്കും എന്താണ് നമ്മുടെ എന്താണ് ശംഭുവിനും പിന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.